മോദി സർക്കാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം എത്ര കമ്പനികൾ വിറ്റഴിഞ്ഞു പോയി എന്നുള്ളത് നിങ്ങൾക്കറിയോ? അതായത് നമ്മുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ നമ്മുടെ സ്വത്തുക്കള് ഇവരുടെ ഔദാര്യ സ്വത്ത് പോലെ ഇവർ വിറ്റഴിച്ചതാണ്. അതായത് ഇന്ന് ഇന്ത്യക്ക് 185 ലക്ഷം കോടി രൂപ കടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് പ്രതിവർഷവും 10% ആണ് കൂടിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതായത് മോദി ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടെ ഈ പറയുന്ന അംബാനിക്കും അദാനിക്കും ഓരോ ബിസിനസ് സാമ്രാജ്യങ്ങൾ തുറക്കുക എന്നല്ലാതെ നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായി? അത് അവൻക്കല്ല പ്രശ്നം, ഇവർക്കല്ല പ്രശ്നം അല്ല. ഇത് എല്ലാവർക്കും ഇതിന്റെ ഭവിഷ്യത്തുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഇവിടെ വിറ്റഴിഞ്ഞു പോയ കമ്പനിയുടെ കുറച്ച് ലിസ്റ്റ് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഇനി വിൽക്കാൻ പോകുന്നതിന്റെ കമ്പനികളുടെ ലിസ്റ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് നിങ്ങൾ ആദ്യം കേൾക്കും. ഇന്ത്യൻ സിമന്റ് കോർപ്പറേഷൻ വിറ്റു, എയർപോർട്ട് വിറ്റു, മാരുതി വിറ്റു, നവരത്ന കമ്പനികൾ വിറ്റു, ഭാരത് പെട്രോളിയം വിറ്റു, ഇന്ത്യൻ കോർപ്പറേഷൻ ഓയിൽ വിറ്റു, ബാൽക്കോ വിറ്റു, ഓക്കെ, പിന്നെ മോഡേൺ ബ്രെഡ് കമ്പനികൾ വിറ്റു, പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികൾ വിറ്റു. ഓക്കെ, പിന്നെ ഇനി വിൽക്കാൻ പോകുന്നതിന്റെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ദേശീയ പാതകൾ, പിന്നെ ബാക്കിയുള്ള റെയിൽവേ, പിന്നെ വൈദ്യുതി നിലയങ്ങൾ, ടെലികോം മേഖല, സംവരണശാലകൾ, പിന്നെ തുറമുഖങ്ങൾ, സ്റ്റേഡിയം, ഇതൊക്കെ വിൽക്കാൻ പോകുന്നതാണ്. അതായത് ഇതൊക്കെ വലിയ വലിയ കമ്മീഷൻ ഇനി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് അടിച്ചങ്ങ് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, സാമ്പത്തികപരമായിട്ട് ഇന്ത്യക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ്, പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ശ്രീലങ്ക, ഇവിടങ്ങളിലെല്ലാം ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവര് ഓരോ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചാക്കിൽ പൈസ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. ഓരോ ചാക്കിൽ ഇവരൊരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ മേടിക്കുമ്പോൾ കോടി റുപ്യാണ് അവിടെ കൊടുക്കേണ്ട അവസ്ഥ. കാരണം പൈസക്ക് വാല്യൂ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ പറയും പിന്നെ ബംഗ്ലാദേശുകാർ, ബംഗാളികൾ പൊട്ടന്മാരാന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ പറയലില്ലേ? പക്ഷെ ഞാൻ പറയും നമ്മുടെ ഇന്ത്യക്കാരാണ് പൊട്ടന്മാരെന്നാണ് ഞാൻ പറയാം. കാരണം എന്തോ, നമ്മുടെ ബംഗ്ലാദേശുകാർ ചെയ്തത് കണ്ടിട്ട്, അതായത് ഷെയ്ഖ് ഹസീന ഏകദേശം വർഷങ്ങളോളം അവിടെ ഭരിച്ചു. അങ്ങനെ അവിടുന്ന് കട്ട് മുടിക്കുന്നത് കണ്ടിട്ട് അവസാനം ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് പാർലമെന്റും ഷെയ്ഖ് ഹസീനയുടെ വീടും എല്ലാം തകർത്തു. ഒരുപാട് പേര് രാജ്യത്തിന് വേണ്ടി ഷഹീദായി. പക്ഷെ ആ ഷഹീദായ ആൾക്കാരില്ലേ, അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഭാവിയിൽ നമ്മൾ വലിയ ഭവിഷ്യത്താണ് കാണാൻ പോണ്ടി വരുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവര് ആലോചിച്ചിട്ടുണ്ടാവുക. അവര് മൊത്തം അടിച്ചെന്നിട്ട് ഷെയ്ഖ് ഹസീനക്ക് മണിക്കൂറുകൾ ടൈം കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന്. മണിക്കൂർ ടൈം കൊടുത്തിട്ട്, എന്നിട്ട് ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്തത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. കള്ളന്മാരും ആ ഒരു ബന്ധം അത് അവിടെ കിടക്കട്ടെ. അതുപോലെയാണ് ശ്രീലങ്കയിലും ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലും ഇതുപോലെ വന്നാലേ ഇനി നമുക്ക് ഇന്ത്യയെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഓരോ പൗരന്മാരും ഭാവിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ.